ലിജോ വർഗീസാണ് ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കിപ്പോൾ ഉള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇതുവരെ സേതു സംസാരിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ തന്നെയാണ്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും. അതിൽ തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാതൃഭൂമി പത്രത്തിൻ്റെ ഹെഡ്ലൈൻ മനസ്സിലാര് എന്നാണ്. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസ് നിരീക്ഷകരെത്തി എന്നാണ്. ഗോപികൃഷ്ണൻ്റെ ഒരു കാർട്ടൂൺ കാണാം. അതിൽ MLA-മാരിൽ ഞാനാകാം എന്ന് KC വേണുഗോപാൽ പറയുന്നു, ഞാനാണ് സീനിയർ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, ഞാനല്ലേ നയിച്ചതെന്ന് VD സതീശൻ പറയുന്നു, ഞാനെന്താ പറ്റില്ലേ എന്ന് K സുധാകരനും ചോദിക്കുന്നു. മനസ്സിലുള്ള മുഖ്യമന്ത്രി ഞാൻ തന്നെ എന്ന് K സുധാകരനും പറഞ്ഞു. LDF അല്ലാതെ മറ്റാര് എന്ന ബോർഡ് നാട്ടുകാർ, അതായത് വോട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും ആ ബോർഡ് മറച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് മുൻപിൽ ഇത്തരമൊരു നാടകം കളിക്കുന്നതെന്നാണ് മാതൃഭൂമി ആ കാർട്ടൂണിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായം ഇന്ന് തേടും. ഹൈക്കമാൻഡിന് മുന്നിൽ 3 പേർ സമ്മർദ്ദം മുറുക്കുകയാണെങ്കിൽ ഒത്തുതീർപ്പ് സൂത്രവാക്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. മുഖ്യമന്ത്രി പദം കാലപരിധി വെച്ച് പങ്കിടുക, ഉപമുഖ്യമന്ത്രി പദം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സമ്മർദ്ദം ശക്തമാക്കി മൂവരും, അതിൽ പലതരത്തിലുള്ള സമ്മർദ്ദവുമായി VD സതീശനും KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത പറയുന്നത്. ദീപികയുടെ ഹെഡ്ലൈൻ മുഖ്യനായി മുഖാമുഖം എന്നാണ്. കോൺഗ്രസ് MLA-മാരുമായി ഹൈക്കമാൻഡ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്നുള്ള കാര്യമാണ് ദീപിക ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി പറയുന്നത്. സുപ്രഭാതത്തിൽ മുഖ്യം തർക്കം മാത്രമാണ് അവിടെ നടക്കുന്നതെന്ന് ആണ് ഒന്നാമത്തെ ഹെഡ്ലൈൻ. AICC നിരീക്ഷകരെത്തി തുടങ്ങിയ കാര്യങ്ങൾ. 5 മിനിറ്റോ 5 ദിവസമോ എന്നാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കാൻ ശക്തമായ ജനവിധി വന്ന് 3 ദിവസമായിട്ടും നടപ്പിലാക്കാൻ കഴിയാതെ കോൺഗ്രസ്. ആരാണ് മുഖ്യമന്ത്രി എന്നത് നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അത് 5 മിനിറ്റ് കൊണ്ട് എന്നുള്ള കാര്യം ആണ് നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഭരണം കിട്ടിയാൽ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് 5 ദിവസത്തിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് സുപ്രഭാതം ചോദിക്കുന്നത്. ജന്മഭൂമി പത്രത്തിൽ പറയുന്നത് മുഖ്യമന്ത്രി ആര് അടി തുടരുന്നു എന്നാണ്. വേണുഗോപാലിൻ്റെ MP സ്ഥാനം ഉന്നയിച്ച സതീശൻ പക്ഷം കേന്ദ്ര നിരീക്ഷകരെത്തിയെന്ന് ഇന്ന് നിർണായക യോഗം എന്നുള്ള കാര്യമാണ് ജന്മഭൂമി പറയാൻ ശ്രമിക്കുന്നത്. കുറച്ചുകൂടി പൊളിറ്റിക്കലി ആ വാർത്ത പറയുന്നു. കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇടതുമുന്നണിയുടെ അവസ്ഥയെ ആണ് പ്രധാനപ്പെട്ട തലക്കെട്ടായി മംഗളം ഇന്ന് വെച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ചർച്ച എന്നതിനെ വളരെ താഴ്ത്തി വെച്ച് ഈ ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങളാണ്. ഉത്തരവാദിത്തം പിണറായിക്കും MV ഗോവിന്ദനും എന്നാണ് മംഗളം ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. CPM സെക്രട്ടേറിയറ്റിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. സ്വയം തിരുത്താൻ നേതൃത്വം തയ്യാറാകാത്തത് കമ്മ്യൂണിസ്റ്റ് ബോധത്തിൻ്റെ തകർച്ചയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണ പരാജയം. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിസന്ധി വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. കൈവിടാതെ എന്ന ഒരു ചിത്രം കൂടി വെച്ചുകൊണ്ടാണ്. പിണറായി പ്രതിപക്ഷ നേതാവാകേണ്ട എന്ന ഉറച്ച നിലപാടിലാണ് CPI എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മംഗളം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദിയിൽ പറയുന്നത് കനത്ത തോൽവി വിളിച്ചു വരുത്തി എന്നാണ്. CPI സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പിണറായിക്കെതിരെ CPI ജനമനസ്സറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം CPM-ൻ്റേതാണ്. അതിൽ ഇടപെടാൻ CPIക്ക് താല്പര്യമില്ല. പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അതായത് പിണറായി പ്രതിപക്ഷ നേതാവാകേണ്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് CPI പറയുന്നത്. ചന്ദ്രിക പൊളിറ്റിക്കലിയാണ് ആ വാർത്തയെ പറയുന്നത്. എന്തുകൊണ്ട് തോറ്റു, മറുപടി ഗോവിന്ദ എന്നാണ് ചന്ദ്രികയുടെ ഹെഡ്ലൈൻ. ചോദ്യങ്ങളോട് മുഖം തിരിച്ച MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം 5 മിനിറ്റിൽ അവസാനിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ചന്ദ്രിക ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ദേശാഭിമാനി ആ വാർത്ത, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ ജനങ്ങളെ കേൾക്കും തിരുത്തും എന്നാണ് ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ. പരാജയത്തിന് വിവിധ കാരണങ്ങൾ, ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളിൽ ചർച്ച, പാർട്ടി അംഗങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. സംഘടനാ നേതാവിൻ്റെ കത്ത് ഉത്തരവാക്കിയത് പ്രതിഷേധാർഹം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അത് ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യമാണ്. അത് സർവീസ് സംഘടനകളുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത ഇന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇത്രയും പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും പ്രശ്നങ്ങളാണ്. വിജയ്ക്ക് വില്ലനായി ഗവർണർ എന്നാണ് മാധ്യമം ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ മന്ത്രിസഭാ രൂപവൽക്കരണം അനിശ്ചിതത്വത്തിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ MLA-മാരുടെ പട്ടിക സമർപ്പിച്ചാൽ മാത്രം ക്ഷണമെന്ന് ഗവർണർ. കോൺഗ്രസ് പിന്തുണ നൽകിയതിന് പിന്നാലെ പുതിയ ട്വിസ്റ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനോരമ പറയുന്നത് റിലീസ്
കോൺഗ്രസ് വൈകും എന്നാണ്. ഭൂരിപക്ഷം തികയ്ക്കാനാവാതെ വിജയെ പിന്തുണയ്ക്കുന്ന 15 അണ്ണാ DMK MLA-മാർ അവരെ റിസോർട്ടിലേക്ക് മാറ്റി. കോൺഗ്രസ് പിന്തുണച്ചു, CPM ലീഗും പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കാര്യം വരുന്നത്. ഈ CPM-ഉം മുസ്ലിം ലീഗും പിന്തുണയ്ക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ തരത്തിൽ DMK-ക്കെതിരെ കോൺഗ്രസ് ഒരു നിലപാടെടുത്തതിന് വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ പ്രതിപക്ഷ ഐക്യത്തിന് വലിയ വിള്ളൽ ഉണ്ടാക്കി എന്നുള്ള കാര്യം കൂടി പല പത്രങ്ങളിലും ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയാണ് എന്നുകൂടി പറഞ്ഞു പോവുകയാണ്. മറ്റൊരു വാർത്ത മെട്രോ വാർത്തയിലാണ്. അത് ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഉദ്യോഗസ്ഥർ രാജിവെച്ചു, രാജിയില്ലാതെ മമത പുറത്തേക്കെന്നാണ്. BJPയുടെ നിയമസഭാ കക്ഷി യോഗം നാളെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടും 3 ദിവസം പിന്നിടുമ്പോഴും രാജിവെക്കില്ലെന്ന നിലപാടിൽ തുടരുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇന്ന് നിർണായകം. 2021 തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ കാലാവധി ഇന്ന് വരെയാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഉള്ളത്. അതിനൊപ്പം തന്നെ നേരത്തെ നമ്മളും റിപ്പോർട്ട് ചെയ്ത വാർത്ത, സുവേന്ദു അധികാരിയുടെ PA കൊല്ലപ്പെട്ടു. ബംഗാളിൽ വ്യാപക അക്രമം നടക്കുകയാണ്. അതായത് അത് നേരത്തെ തൃണമൂൽ അധികാരത്തിൽ വന്നപ്പോഴാണ് വ്യാപക അക്രമമെങ്കിൽ ഇപ്പോൾ BJP വന്നപ്പോഴും സമാനമായ സാഹചര്യമാണ് നടക്കുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. മാധ്യമത്തിൽ മറ്റൊരു വാർത്തയുണ്ട്. അത് അന്താരാഷ്ട്ര വാർത്തയാണത്. ഹോർമൂസിൽ തിരയടക്കം എന്നാണ്. പ്രൊജക്ട് ഫ്രീഡം ദൗത്യവും താൽക്കാലികമായി നിർത്തിയെന്ന ട്രംപ്. കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുമെന്ന് ഇറാനെതിരായ പ്രധാന സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് US-ഉം പറഞ്ഞു എന്നുള്ള വാർത്തയാണ്. പക്ഷേ അതിനെ കുറെ കൂടി വ്യക്തമായി പറയുന്ന മാതൃഭൂമി വാർത്തയുണ്ട്. അത് US വഴങ്ങി എന്നാണ്. പ്രൊജക്ട് ഫ്രീഡം നിർത്തി, ഞങ്ങളുടെ വിജയം ഇറാൻ. US നാവിക ഉപരോധം പിൻവലിക്കില്ല, സമാധാന കരാറില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ പറഞ്ഞ കാര്യം കൂടി വെച്ചുകൊണ്ടാണ്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതിനാൽ പരസ്പര സമ്മതപ്രകാരമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 2 എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് ഈ തെരഞ്ഞെടുപ്പിനിടയിലും ഇത്രത്തോളം വലിയ പ്രതിസന്ധി പ്രതിപക്ഷത്തിനുണ്ടായ സമയത്തും ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അത് ഇങ്ങനെയാണ്. പ്രതിപക്ഷ സഖ്യം നിലനിർത്തണം എന്നാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ കനത്ത തോൽവിയും തമിഴ്നാട്ടിൽ DMK-യുടെ തോൽവിക്കും പിന്നാലെ കോൺഗ്രസ് വിജയുടെ പാർട്ടിയായ TVK-യുമായി സഖ്യത്തിനുള്ള നീക്കം നടത്തുന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യ സഖ്യം എന്നത് വെറും തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന രാഷ്ട്രീയ പരീക്ഷണമാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയെ സ്വാധീനിക്കുന്നതിലുള്ള സംയുക്ത മുന്നേറ്റമായാണ് അത് രൂപപ്പെട്ടത്. എന്നാൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായും തകർത്തെറിയുന്ന തരത്തിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ള കാര്യമാണ് സുപ്രഭാതം ഇന്ന് എഡിറ്റോറിയലാവുന്ന. സമാനമായ വിഷയത്തിൽ തന്നെയാണ് മാധ്യമവും ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്നാണ് അതിന് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിര് കവിഞ്ഞ സ്വാധികാര പ്രമത്തതയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഭാവിയോട് പ്രതിബദ്ധതയില്ലാത്തതും ഇന്ത്യ മുന്നണിയെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞത്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം, അതായത് ഒരു സ്ഥലത്ത് മറ്റ് DMK-യുടെ വോട്ടുകൾ കൂടി വാങ്ങി 5 MLA-മാരുണ്ടാവുകയും ആ 5 MLA-മാരും അവിടെ ഭരണം കിട്ടാതായതോടെ തൊട്ടടുത്ത പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് വളരെ വേഗത്തിൽ അവർ ഷിഫ്റ്റ് ചെയ്തതും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയാണ്. അത് ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തെ തന്നെ തകർത്ത് കളയുന്ന തരത്തിലേക്കാണ് എന്നാണ് ഈ 2 പത്രങ്ങളും ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് 3 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് പത്രങ്ങളിലെ വാർത്തകൾ. ഇനി തിരിച്ച് സേതുവിലേക്ക്.